നല്ലൊരു കൊച്ചായിരുന്നു. ഇങ്ങനെ ഒരു വിധി വന്നില്ലേ പാവത്തിന്. പാവം ചെയ്യാൻ ഈ വീട്ടുകാരിത് എങ്ങനെ സഹിക്കും? ഈശ്വര, രാഹുലങ്ങാനും ചതിച്ചോ ദൈവമേ. ചേച്ചി, ഏട്ടാ ഏട്ടാ, എന്താ ഉണ്ടായേ? ചേച്ചി, ചേച്ചി, അമ്മേ, അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? ചേച്ചി എവിടെ? അമ്മ കരച്ചിൽ നിർത്തിയിട്ട് ചേച്ചി എവിടെയെന്ന് പറ. കുക്കു, ചേച്ചി, എന്താ പറ്റി? എന്തിനാ അമ്മ കരയുന്നത്? സീമാന്റി എങ്കിലൊന്ന് പറ. മോളെ, ഞാനത് ആരെങ്കിലും ഒന്ന് പറ. ചേച്ചി, അമ്മേ, അച്ഛൻ എവിടെ? ഇവിടെ എന്താ ഉണ്ടായേ? ഒന്ന് പറ ആരെങ്കിലും. കുക്കു മോളെ, എന്താ ചേച്ചി? ചേച്ചി പറയുന്നത് മോളെ സമാധാനത്തോടെ കേൾക്കണം. എന്താ ചേച്ചി പറ. മോളെ, അത് പിന്നെ കുറച്ചു നേരം മുമ്പ് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ വന്നിരുന്നു. എന്നിട്ട് അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ചേച്ചി എന്താ ഇപ്പൊ പറഞ്ഞേ? സ്മൃതിമോള് പറഞ്ഞത് സത്യം. നോക്കൂ, അവര് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി. മോക്ക് തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്നോ മോൾ അതിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ ആരോ വിളിച്ച് പറഞ്ഞു പോലും. അതുകൊണ്ട് അവര് എന്റെ കുഞ്ഞു നന്നാലും ഇങ്ങനെ ഒരു വിധി ദൈവം കൊടുത്തില്ലേ? ഓക്കെ മോളെ, നീ എങ്ങോട്ടാ? ചേച്ചിയും വരാം. വേണ്ട ചേച്ചി, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. ആരും അങ്ങോട്ട് വരണ്ട. പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല. കൃഷ്ണ, ഞാനിപ്പോ എന്താ കേട്ടെ? എന്റെ പൊന്നി, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഈ മുഖ്യ മുഹൂർത്തത്തിൽ മുടക്കി കൈ തന്നല്ലോ. പുഷ്പാഞ്ജലി അല്ല, പാൽപ്പായസം തന്നെ ഞാനെങ്കിൽ തരും. എനിക്ക് വയ്യ, ഞാൻ എന്നെ പൊളിക്കും. ഹലോ, എന്താ ഏട്ടാ ഇത്? കല്യാണം ഉറപ്പിച്ച് ഇത്രയും ആള് വന്ന് കഴിഞ്ഞാണോ അവന്റെ കുടുംബക്കാർക്ക് ഈ തെണ്ടിത്തരം കാണിക്കാൻ തോന്നിയത്? ഇഷ്ടമല്ലെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. അല്ലാണ്ട് ഈ മുഖ്യ മുഹൂർത്തത്തിൽ നട്ടലില്ലാത്ത ആ തെണ്ടി കിട്ടുന്നതിനേക്കാളും നല്ലത് അവള് കെട്ടാച്ചെറുക്കായിട്ട് വീട്ടിൽ നിൽക്കുന്നത്. ജനങ്ങളിനെ നിമ്മേൻ്റെ ഓർക്കുമ്പോഴേ സങ്കടം. കാര്യം അറിഞ്ഞതും അങ്കിളങ്ങ് തകർന്നു പോയടാ. അച്ഛനെ ഞാനും കൂടി ഒരു വിധം സമാധാനിപ്പിച്ച കൊണ്ടുപോയി കിടത്തിയത്. എന്തായാലും വന്നത് വന്നു, ഇനിയിപ്പം ബാക്കി നോക്കാം. ഏട്ടൻ വാ. ആടാ, അതായിരിക്കും അവളുടെ വിധി, പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാ, നമുക്കിങ്ങോട്ട് പോവാം. നിമ്മി, മോള് വന്നോ? വന്നു ചേട്ടാ, മുറിയിലുണ്ട്. അവളോട് പറഞ്ഞോ നിങ്ങള്? ഞങ്ങൾ അവളോട് കാര്യം പറഞ്ഞു. ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. നന്നായി. എനിക്കിതെൻ്റെ മോളുടെ മുഖത്ത് നോക്കി പറയാൻ ഉള്ള ശക്തി ഇല്ലടാ. അവള് ഞങ്ങൾക്ക് വേണ്ടിയാടാ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പോലും. സിദ്ധാർത്ഥനെ ഇഷ്ടമായെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ മോള് പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അവൾക്കും ഇഷ്ടമായെന്ന. ഞങ്ങളുടെ ഇഷ്ടം നോക്കിയാടാ എൻ്റെ മോൾ ഇതിന് സമ്മതിച്ചത് പോലും. അങ്ങനെയുള്ള എൻ്റെ മോളെ എന്താടാ ഇത്? നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ? ഇപ്പൊ നീ ഇങ്ങനെ തളർന്നു പോയാ നിമ്മി മക്കൾ എന്ത് ചെയ്യും? നാളെ മറ്റു ബന്ധുക്കൾ നാട്ടുകാർ വരുമ്പോ എന്തുത്തരം കൊടുക്കും സീമ? ഞങ്ങള് എന്റെ മോളെ പരീക്ഷിച്ച് മതിയായില്ലേ ദൈവങ്ങൾക്ക്? ജയ, ജീവ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം നോക്ക്. കുക്കുമോളുടെ കല്യാണം മാത്രമല്ലല്ലോ ഇവിടെ തീരുമാനിച്ചത്, സ്മൃതിമോളുടെ കൂടിയല്ലേ. അത് നമുക്ക് നല്ല രീതിയിൽ നടത്താം. കുക്കുവിന് ഇതിന് നല്ല ബന്ധം വരും. അതാ ദൈവം ഇതങ്ങ് തട്ടി മാറ്റിയത്. കുക്കു, അവളെവിടെ? ഏട്ടത്തി മുറിയിലുണ്ട് നരജ. ഏട്ടത്തി അങ്ങോട്ട് ചെല്ല. ആരെങ്കിലും അവളുടെ കൂടെ പോയിരിക്കെ. കുക്കു, ആ ചേച്ചി, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോണം. അച്ഛാ, അമ്മേ, ഞാൻ വേഗം പോയിട്ട് വരാം. എങ്ങോട്ടാ മോളെ നീ പോയി നേരത്ത്? അതൊക്കെ ഉണ്ട്, ഞാൻ വന്നിട്ട് പറയാം മുത്തശ്ശ. നരജ ഡോക്ടറിന് എന്തെങ്കിലും തിരക്കുണ്ടോ ഇപ്പോ? ഏയ് ഇല്ല. എന്താ? എങ്കിൽ എന്റെ കൂടെ ഒന്ന് വരുവോ? എങ്ങോട്ടാ? അത് ഞാൻ പോകുന്ന വഴിയെ പറയാം. വരുവോ എന്റെ കൂടെ? ഡാ, നീ ഒന്ന് ചെല്ല അവളുടെ കൂടെ. വാ കുക്കു. ഏട്ടാ, അവരെങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? അറിയില്ലടോ, അവര് പോയിട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം. ജീവ, എന്താടാ? എനിക്ക് നാളെ പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ മോളുടെ വിവാഹം നടത്തണം. നീ എന്താ ഈ പറയുന്നത്? നാളെ ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, എനിക്ക് എൻ്റെ മക്കളെ രണ്ടുപേരുടെയും കല്യാണം കാണണം.
എനിക്കത് നടത്തണം. ഈ ചെറിയ സമയം കൊണ്ട് ആരെ കണ്ടുപിടിക്കാനാ? ആര് തയ്യാറാവും ഇതിന്? ജനങ്ങളെ നാളെ പറഞ്ഞ സമയത്ത് തന്നെ കുക്കുവിന്റെ ഞങ്ങളുടെ കല്യാണം നടന്നിരിക്കും. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ ഈ കല്യാണം നടത്തും. ഇത് നിരൂപിന്റെ വാക്കാ. കുക്കു, നിനക്ക് എങ്ങോട്ടാ പോകണ്ടേ? സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക്. അങ്ങോട്ടോ? എന്തിന്? കാര്യമുണ്ട്. കുക്കു, നീ അവനെ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ പോവുകയാണോ? വേണ്ട കേട്ടോ, പുകഞ്ഞ കൊള്ളി പുറത്ത്. അത് മതി. അവനെ പോലെ നാണമില്ലാത്ത ഒരുത്തനെ കെട്ടുന്നതിലെ ഭേദം നീ വല്ല വിഷം കുടിച്ച് മരിക്കുന്നതാ. ഞാനിതുവരെ അയാളെ എൻ്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടിട്ട് പോലുമില്ല. പിന്നെ അവന്റെ കാല് പിടിക്കാൻ എൻ്റെ വീട്ടിലെ പട്ടി പോലും പോവില്ല. എനിക്ക് അവിടെ ഒരാളെ കാണാനുണ്ട്, ഒരു സാധനം മേടിക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഓക്കെ. ഇതെന്താ ഇവിടെ കല്യാണം മുടങ്ങിയതിന്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ? അതിന് ഇവിടെ കല്യാണം മുടങ്ങിയില്ലല്ലോ. ഡോക്ടർ വാ. അപ്പൊ മുടങ്ങിയില്ലേ? ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കാതെ വാ എന്റെ ഡോക്ടറെ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് സിദ്ധാർത്ഥനെ ഒന്ന് കാണണം. എന്തിന്? പറയാനുള്ളതെല്ലാം ഞങ്ങൾ നിന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് അടങ്ങണ്ട കാരണവരെ. എനിക്ക് അയാളെ കെട്ടണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ, കാണണമെന്നല്ലേ പറഞ്ഞോളൂ. അവനെ കാണാൻ പറ്റില്ല. നീ പോകാൻ നോക്കൂ വെച്ചേ. ചെറുക്ക, ഇവളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. അതെന്ത് വർത്താന കാരണവരെ? ഞങ്ങളിപ്പോ വന്നു പോയില്ലേ, ഇനിയിപ്പൊ കണ്ടിട്ടങ്ങ് പോകാം. എവിടെ കല്യാണ ചെറുക്കൻ? കല്യാണം മുടങ്ങിയതുകൊണ്ട് കരഞ്ഞോണ്ട് മുറിയിലിരിക്കുവാണോ? കരഞ്ഞിരിക്കാൻ പോകുന്നതേ ഇവള. ഞങ്ങളുടെ സിദ്ധാർത്ഥന്റെ കല്യാണം പറഞ്ഞ സമയത്ത് തന്നെ നടക്കും, എന്റെ മോള് നന്ദനയായിട്ട്. ആയിക്കോട്ടെ, അതൊക്കെ നടന്നോട്ടെ. അമ്മാവനാദ്യം സിദ്ധാർത്ഥനെ ഒന്ന് വിളിക്ക്. നിന്നോടല്ലേ നീ പറഞ്ഞത് അവനെ കാണാൻ പറ്റില്ല എന്ന്? കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ കൃതിക കണ്ടിട്ടേ പോവും. എങ്കിൽ നീ എന്ന്. എന്താ അമ്മാവ, എന്തിനാ ബഹളം വെക്കുന്നേ? മോനെ, ഇവള്. കൃതികയോ? താനെന്താ ഇവിടെ? തന്റെ വീട്ടില് ഞങ്ങള് കാര്യം അറിയിച്ചതാണല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്, പക്ഷെ തിരിച്ചെത്തിക്കേണ്ട ചില സാധനങ്ങൾ ഇതുവരെ അങ്ങോട്ട് എത്തിയില്ല. അതൊന്ന് തിരികെ മേടിക്കാനും ഒരു കാര്യം തിരികെ തരാനും വേണ്ടിയാ വന്നത്. എന്ത്? ഇത് താനിട്ട 1.5 പവന്റെ മോതിരം. ഇനി തന്റെ കൈ കിടക്കുന്ന ആ 2 പവന്റെ മോതിരം ഇങ്ങോട്ട് എടുക്ക്. വാട്ട്? നീ എന്ത് ഈ പറയുന്നേ? ഇയാളുടെ കൈ കിടക്കുന്ന 2 പവന്റെ മോതിരം എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കാശിന് വാങ്ങിച്ചതാ. അത് തിരികെ തരാനാ പറഞ്ഞത്. കൊണ്ടുപോ നിന്റെ മോതിരം. താങ്ക്സ്. പിന്നെ മിസ്റ്റർ സിദ്ധാർത്ഥ്, നിങ്ങൾ എനിക്ക് തലക്കെന്തോ അസുഖം ഉണ്ടെന്ന പേരിലല്ലേ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചത്? എന്റെ കല്യാണത്തിന് മുമ്പ് ഇതൊന്നും അന്വേഷിച്ചില്ലേ? ഞങ്ങളത് ആദ്യമേ അറിഞ്ഞിരുന്നതാ, പക്ഷേ കൺഫേം ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. എന്തായാലും എല്ലാം അവസാനിപ്പിച്ചല്ലോ. പിന്നെ താൻ അറിഞ്ഞത് ശരിയാ, എനിക്കൊരു അസുഖമുണ്ട്. അത് താൻ വിചാരിക്കും പോലെ തലയ്ക്കല്ല. എൻ്റെ അസുഖത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് താൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. കൃതിക ചേച്ചി. യെസ് ചേച്ചി, ഞാൻ നന്ദന. എന്നോട് ചേച്ചി ക്ഷമിക്കണം, എന്നെ ശപിക്കരുത്. സിദ്ധാർത്ഥേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നെയാണ്. സാരമില്ല, നന്നായി വരട്ടെ. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. നന്ദു, വെളുപ്പിന് 3 മണിക്ക് ഗൗതം കാറുമായിട്ട് വരും. നീ ഇറങ്ങി ചെല്ലണേ. ശരി ചേച്ചി. ചേച്ചിയും കുടുംബത്തിനെ അപമാനിച്ചതിന് ഇതിലും വലിയ പണി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ശരി, പോട്ടെ. എന്താടാ, നീ പോകുന്നില്ലേ? അയ്യോ, പോകുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല. പോകുന്നതിന് മുമ്പ് എനിക്ക് ഇവനോട് 2 പറയാനുണ്ട്. തന്തയ്ക്ക് പറക്കാത്ത പണി കാണിച്ച നട്ടലിന് ഉറപ്പില്ലാത്തവനെ, നാണ എന്ന് പറയുന്ന സാധനം നിന്റെ രോമത്തിലെങ്കിലും ഉണ്ടോടാ? നീയും നിന്റെ കുടുംബക്കാരും കൂടി കെട്ടും പൊട്ടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നല്ലേടാ ആലോചന നടത്തിയത്? അല്ലാണ്ട് ഞങ്ങൾ ഇടിച്ചു കയറി വന്നതാണോടാ? കല്യാണത്തിന് മുമ്പ് കുക്കുവിന് എന്തോ അസുഖം ഉണ്ടെന്ന് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചല്ലോ. കല്യാണത്തിന് ശേഷമാണ് അവൾക്ക് അങ്ങനെ വല്ല അസുഖം വന്നിരുന്നെങ്കിൽ നീ അവളെ കൊന്നു കുഴിച്ചു മൂടിയതിനാണുള്ള. എൻ്റെ മുറ്റത്ത് നിന്ന് ആളാവാതെ ഇറങ്ങി പോകാൻ തന്നെയാടാ പോകുന്നത്. പക്ഷെ നീ ഒന്നോർത്തോ, ഇപ്പം നീയും നിന്റെ വീട്ടുകാരും കാണിച്ച ഈ ചെറ്റത്തരത്തിനുള്ള പണി നീയൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതായിരിക്കും. അവക്ക് വേണ്ടി ഇത്രയ്ക്കങ്ങ് തിളയ്ക്കാൻ നീ ആരാ? അത്രയ്ക്കങ്ങ് വേദനിക്കുന്നുണ്ടെങ്കിൽ നീ അവളെ പോയി അങ്ങ് കെട്ട്. എൻ്റെ സാഹചര്യം അതല്ലാതായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ നിന്റെ മുന്നിലെന്നല്ല, ഒരുത്തൻ്റെ മുന്നിൽ ഞാൻ അവളെ ചായക്കപ്പായിട്ട് പോയി നിൽക്കാൻ വിടില്ലായിരുന്നു. പിന്നെ കെട്ടുന്ന കാര്യം, കെട്ടണമെന്ന് വിചാരിച്ചാൽ ഈ നിരഞ്ജന അവളെ കെട്ടുക തന്നെ ചെയ്യും. അല്ലാതെ നിന്നെപ്പോലെ പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കില്ല. പോട്ടേടാ സിദ്ധാർത്ഥ മോനെ. കുക്കു, നമുക്ക് പോയാലോ?
എന്തൊരു നശിച്ച മഴയായത്. ഇയാൾക്ക് മഴ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? അല്ല, ഞാൻ ഏട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആയിരുന്നു. ഭ്രാന്ത് പോലെ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നതിൽ ഒന്ന് ഈ മഴയാണ്. രണ്ടാമത്തെ വെറുപ്പ് എന്നോടാവുമല്ലേ? കുക്കു, എന്താ ഡോക്ടറെ? സിദ്ധാർത്ഥും അവൻ്റെ വീട്ടുകാരും പറഞ്ഞില്ലേ നിനക്കെന്തോ അസുഖം ഉണ്ടെന്ന്? അതെന്താ അങ്ങനെ പറഞ്ഞേ? നീ എന്തിനേലും മരുന്ന് കഴിക്കുന്നുണ്ടോ? എൻ്റെ അറിവിൽ എനിക്ക് അസുഖമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട്. അതിൻ്റെ മരുന്ന് കഴിക്കാറുണ്ട് ഞാൻ. നീ എന്തായാലും ഈ തിരക്കൊക്കെ കഴിയുമ്പം ആ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നിരൂപേട്ടനെ ഒന്ന് കാണിക്കണേ. അതെന്തിനാ? ഒന്നുമില്ല, വെറുതെ എന്ത് തരം തലവേദനയാണെന്ന് അറിയാൻ വേണ്ടിയാ. വണ്ടി ഒന്ന് നിർത്തുവോ? എന്തിനാ? എനിക്ക് മഴയൊന്ന് നനയണം. ഒരു കൊതി തോന്നുക. ഒന്ന് നിർത്തുവോ പ്ലീസ്? ചെല്ല്. നിന്റെ മനസ്സിലെ കനലിന് ഈ മഴയൊരു തണുപ്പാകുമെങ്കിൽ നീ അത് നനഞ്ഞു നോക്കൂ. നിരഞ്ജ, മധു, മധു, നിരഞ്ജ, എന്നെക്കാളും ഇഷ്ടമല്ലേടാ നിനക്ക് ഈ മഴയെ. അതിന് എനിക്ക് വേണ്ടി വെറുക്കല്ലേടാ. മധു, മധു. ഡോക്ടറെ, ഡോക്ടറെ, വാ ഇങ്ങോട്ട് വന്നേ. വാ, നമുക്ക് ഒന്നിച്ച് നനയാം. കുക്കു, വിട്, വിട് മാക്രിക്കുന്നേ. അത് നിങ്ങളുടെ മറ്റവള്. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. കുക്കു, പോയി കാറി കയറ്. ഹലോ മായ. ഡോക്ടർ, ആ 154 കിടന്ന പേഷ്യന്റിന് പെയിൻ കൂടി. ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുമെന്നാണ് തോന്നുന്നത്. ഐ കാൻ ഹാൻഡിൽ ദിസ്. പ്ലീസ് കം ഫാസ്റ്റ്. ഓക്കെ, ഞാൻ വേഗം എത്താം. അവരെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്ക്. കുക്കു, എനിക്ക് സാരമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നോളാം. വണ്ടി എടുത്തോ. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോവാം നമുക്ക്. ഓക്കെ. കുക്കു, നീ കാറിലിരിക്കുന്നോ അതോ എൻ്റെ കൂടെ വരുന്നോ? ഞാനും വരാം. എങ്കിൽ വേഗം വാ. നീ എൻ്റെ ക്യാബിനിൽ പോയിരുന്നോ? ഒരു ഡോക്ടറിന്റെ ലൈഫ് എത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അതും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒരേ സമയം രക്ഷിക്കേണ്ടത് 2 ജീവനുകളാണ്. രാവോ പകലോ നോക്കാതെ ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരുമല്ലോ ദൈവമേ. ഡോക്ടർ, ദാ നിരഞ്ജൻ ഡോക്ടർ എത്തി. ഡോക്ടർ. പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് കയറ്റിയില്ലേ? യെസ് ഡോക്ടർ. പൾസ് റേറ്റ് എങ്ങനെയുണ്ട്? നോർമൽ ആയിരുന്നു ഡോക്ടർ, ബട്ട് ഇപ്പോൾ പ്രഷർ കൂടിയിട്ടുണ്ട്. ഐ കാൻ ഹാൻഡിൽ ദിസ്. ജസ്റ്റ് ഷട്ട് അപ്പ്. ഈ ലേബർ റൂം എവിടെയായിരിക്കും? കുക്കുമോളെ. സുമാമേ, അമ്മ എന്താ ഇവിടെ? പ്രിയയ്ക്ക് ഡെലിവറി ഡേറ്റിനുള്ള സമയം എടുത്തായിരുന്നു മോളെ. അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുക. 2 ദിവസം കൂടി കഴിഞ്ഞായിരുന്നു ഡേറ്റ്. പക്ഷെ ഇപ്പം പെയിന് വന്ന് ലേബർ റൂമിലോട്ട് മാറ്റി. അപ്പോ പ്രിയ ആണോ ലേബർ റൂമില്? അതെ മോളെ, പ്രസവത്തിൽ നേരത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അമ്മ വിഷമിക്കാതെ, അവക്കൊന്നും വരില്ല. സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ഇരിക്കും മോളെ. ഞാൻ അങ്ങനെ ആകെ ഉള്ള ഒരേ ഒരു മോള. അതിൻ്റെ ഗതി മോക്കറിയാലോ കഥയെല്ലാം. അമ്മ കരയാതെ പ്രാർത്ഥിക്ക്. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. പ്രാർത്ഥിക്കാനല്ലേ ഈ അമ്മയ്ക്ക് പറ്റൂ. വേറെ ആരും വന്നില്ലേ അമ്മേ? പിഴച്ച് പ്രസവിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കൂടെ നിൽക്കാൻ ആരെങ്കിലും വരുമോ മോളെ? എല്ലാവർക്കും അത് നാണക്കേടല്ലേ. മോളുള്ളത് കൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ. അങ്ങനെയൊന്നും പറയാതെ അമ്മേ. അമ്മ കരയാതെ, എല്ലാം ശരിയാവും. എൻ്റെ കുഞ്ഞിനെ ഈ ഗതി വരുത്തിയവൻ ഒരു കുഞ്ഞുണ്ടായി എന്ന് അറിയുമ്പോഴെങ്കിലും അവൾക്ക് സമാധാനം കൊടുത്താൽ മതിയായിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട് ചീത്ത വിളിച്ചിട്ട് എൻ്റെ മോൾ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറായത് അതും ഒരു ജീവനാണല്ലോ എന്ന് ഓർത്ത് കരുതിയ. ആര് തള്ളി പറഞ്ഞാലും ഞാൻ കൂടെ ഉണ്ടാവുന്നുള്ള ഉറപ്പിലായി എൻ്റെ മോള്. ഈശ്വര, ഈ കണ്ണീരിൻ്റെയൊക്കെ ശാപം അവൻ ഏത് ഗംഗയെ കൊണ്ടുപോയി ഒഴുക്കി കളയും. പ്രിയ, പുഷ്, ജസ്റ്റ് പുഷ്.
2 minutes more. Just push. നിങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക്. രാജകുമാരിയാണ് കേട്ടോ, പെൺകുഞ്ഞ്. മായ, ടേക്ക് കെയർ ഓഫ് ദം. ഓക്കെ ഡോക്ടർ. പ്രിയ പ്രസവിച്ച് കേട്ടോ, പെൺകുഞ്ഞ. കുക്കുമോളെ, മോള് വരുന്നില്ലേ? ഞാൻ പിന്നെ ഒരു ദിവസം വന്ന് അമ്മയെ മോളെ കണ്ടോളാം. ഇപ്പോൾ എനിക്ക് വേറൊരു ആവശ്യമുണ്ട് അമ്മേ. ശരി മോളെ, അമ്മ അങ്ങ് പോവുകയാണേ. ആ ശരി അമ്മേ. അമ്മേ ഒരു മിനിറ്റ്. എന്താ മോളെ? ദാ ഇത് വെച്ചോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ ഒരുപാട് ചിലവുള്ളതല്ലേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറൊന്നും ഇല്ലാത്തത് കൊണ്ടാ. മോളെ, എൻ്റെ പൊന്നു മോളെ, ഇതിനൊക്കെ ഈ അമ്മ എങ്ങനെയാ? അയ്യോ അമ്മേ, കരയാതെ ചെല്ല്. എനിക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മാത്രം മതി. അമ്മ പോയി കുഞ്ഞാവെ കാണ്. ആ, നിങ്ങൾ പ്രിയയുടെ അമ്മയാണ്. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. പെൺകുഞ്ഞാണ് കേട്ടോ. അല്ല, കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെ? അത് പിന്നെ പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയേക്കുക. അത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. എങ്കിൽ ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി സാറേ. കുക്കു, ഡോക്ടർ. മടുത്തോ കാത്തിരുന്ന്? കാത്തിരിക്കാൻ നിങ്ങളാര്? എൻ്റെ കെട്ടിയവനോ? പൂടി ഉണ്ട കണ്ണി. ഹേയ്, വെറുതെ പറഞ്ഞതാണോ മാഷേ? ലേബർ റൂമിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ആ ടെൻഷൻ ഒന്ന് കുറച്ച് കുറയട്ടേന്ന് കരുതി. നീ വാ, നമുക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം. ഓക്കെ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല. നീ എന്തിനാ കരഞ്ഞേ? ഏയ് ഞാനോ? കുക്കു, എന്നോട് മറച്ചു വെക്കണ്ട. നീ എന്തിനാ കരഞ്ഞേ? ഞാൻ വന്നപ്പം നീ മഴയിൽ നോക്കി നിൽക്കുന്നത് കണ്ട കൂട്ടത്തിൽ ആ നിറഞ്ഞ കണ്ണുകളും ഞാൻ കണ്ടായിരുന്നു. അത് ഡോക്ടർ ഇപ്പം ഡെലിവറി എടുത്ത പെൺകുട്ടിയെ എനിക്കറിയാം. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഹൈസ്കൂളിൽ. അപ്പം അവളെ ഓർത്ത് കരഞ്ഞതാണോ? അതെ. ആ കുട്ടിയുടെ ഹസ്ബൻഡ്? അങ്ങനെ ഒരാളില്ല. എനിക്ക് മനസ്സിലായില്ല. കുഞ്ഞുണ്ടാവാൻ വിവാഹം കഴിക്കണോ ഡോക്ടറെ? ഒരുത്തൻ പ്രണയം നടിച്ച് ചതിച്ചു, ഈ ഗതിയിലാക്കി. അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവള് ചിന്തിക്കാൻ കൂടി വയ്യ എനിക്ക്. പ്രായത്തിന്റെ ഓരോരോ എടുത്തുചാട്ടങ്ങൾ. എടുത്തുചാട്ടം അല്ല ഡോക്ടറെ, ഇതൊക്കെ ആർക്കും ഒരു പ്രായത്തിൽ തോന്നിപ്പോകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിലൊരു അബദ്ധം സംഭവിച്ച ആണിന് കൈയൊഴിയാം, പക്ഷേ പെണ്ണിനത് പറ്റില്ലല്ലോ. നമ്മുടെ സമൂഹം അതായിപ്പോയില്ലേ. കല്യാണം കഴിയാതെ കുഞ്ഞുണ്ടായാൽ, ഒരു പെണ്ണ് ഗർഭം ധരിച്ചാൽ അവൾ പിഴച്ചവള്. എന്നാൽ ഇതിൻ്റെ സൂത്രധാരന് അല്ലെങ്കിൽ അവൾക്കൊപ്പം സഹകരിച്ച ആൾക്ക് എന്തെങ്കിലും പേര് വീഴുമോ? ഇല്ല. കാരണം ഇതൊരു ജഡ്ജ്മെൻ്റൽ സൊസൈറ്റിയാണ്. ആണിനെയും പെണ്ണിനെയും പോസ്റ്റ്മോർട്ടം ചെയ്യാനുണ്ടാക്കിയ ചില കാഴ്ചപ്പാടുകളുള്ള ജഡ്ജ്മെൻ്റൽ സൊസൈറ്റി. ഇത്രയൊക്കെ കാര്യവിവരം ഉണ്ടായിട്ട് എന്തിനാ കുക്കു നീ ആ ഹോട്ടൽ റൂമിൽ പോയത്? ഡോക്ടർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുവാണോ? ഒരാളുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ എനിക്കന്ന് അവിടം വരെ പോകേണ്ടി വന്നു. ഞാൻ പോയി. ആരാ അത്? അത് പറയാൻ പറ്റില്ല എനിക്ക്. അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പം 1 അല്ല 2 കുടുംബങ്ങൾ തകർന്നു പോയിന്ന് വരാം. കള്ളം പറഞ്ഞ് എൻ്റെ മുന്നിലൊരു ത്യാഗവതിയാവുകയാണോ നീ? നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു ഇമേജ് കിട്ടിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിങ്ങൾ കണ്ട കാഴ്ച എന്തോ അത് നിങ്ങൾ വിശ്വസിച്ചോളൂ. പിന്നെ ത്യാഗം, ഇത് ത്യാഗമല്ല, എൻ്റെ സ്നേഹമാണ്. നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. സിദ്ധാർത്ഥിനൊപ്പം നീ ഹാപ്പി ആയിരുന്നോ? അല്ല, എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആയിരുന്നു അയാൾ. പിന്നെ എന്തിനാ നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? 1 നിങ്ങളുടെ ഭീഷണി, 2 എൻ്റെ കുടുംബത്തിൻ്റെ ഇഷ്ടം. അല്ലെങ്കിലും കുടുംബസ്നേഹമുള്ള മക്കള് അച്ഛനമ്മമാർക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങൾക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടമെല്ലാം വെറുതെയാ. നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് എല്ലാവരുടെ മുന്നിൽ പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം ഉറപ്പിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന അവരുടെ മുഖത്ത് നോക്കി എൻ്റെ ഇഷ്ടം വേറെയാണെന്ന് പറയാൻ എനിക്കാവില്ലായിരുന്നു. കാരണം എൻ്റെ ഇഷ്ടം എന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് ഹോട്ടൽ റൂമിൽ കണ്ട ആളാണോ? അല്ല, കൃതിക ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷേ അയാൾ അതറിഞ്ഞില്ല. ആ ഇഷ്ടം എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരും. ആരാ അയാള്? എൻ്റെ ഡയറിയിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് ആ പേരും അയാൾക്കൊപ്പമുള്ള ചില നിമിഷങ്ങളും. കുക്കു, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇപ്പൊ നിന്റെ ഇഷ്ടം വീട്ടിൽ പറ, എങ്കിൽ നാളെ വിവാഹം നടത്താൻ. ഡോക്ടർ എന്നെ കെട്ടിച്ചിട്ടേ അടങ്ങുള്ളല്ലേ? ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അന്ന് മാധുരി എന്ന് വിളിച്ച് എന്നെ ഉമ്മ വെച്ചത് എന്തിനാ? ആരാ മാധുരി? അത് പിന്നെ നിന്നെപ്പോലെ എനിക്കും ഉണ്ടൊരിഷ്ടം.
അത് എന്നോടൊപ്പം ഈ മണ്ണിൽ അലിഞ്ഞു തീരും. വ്യക്തമായ ചില ലക്ഷ്യങ്ങളോടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നിന്നോട് ഞാൻ പറയാം അവൾ ആരായിരുന്നു എന്ന്. നമുക്ക് പോകാൻ തിരിച്ച്. ആ ഓക്കെ, നീ വാ. നിരഞ്ജ, നീ പറയും മുമ്പേ അവൾ അറിയും ഈ ഞാൻ ആരായിരുന്നു എന്ന്. അയ്യോ, ഏട്ടൻ വിളിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ. ഫോണ് കാറിലായിരുന്നോണ്ട് കേട്ടില്ല. നിരുപേട്ടൻ വിളിക്കുന്നു. കോൾ എടുക്ക്. ഹലോ ഏട്ടാ. ആ മോളെ, നിങ്ങൾ എവിടെയാ? എത്ര നേരമായി വിളിക്കുന്നു. ആ, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. ഇടയ്ക്ക് നിരഞ്ജൻ ഡോക്ടറിനൊന്ന് ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നു, അതാ ലേറ്റ് ആയത്. ആണോ? എങ്കിൽ പിന്നെ നിങ്ങൾ വേഗം ഇങ്ങോട്ട് വാ. ആ ശരി ഏട്ടാ. ഏട്ടന്റെ ശബ്ദത്തിൽ എന്താ ഇത്രയ്ക്ക് സന്തോഷം? ഇതെന്താ ഇത്? ഇവിടെ എന്താ പറ്റിയേ? ആളും ബഹളമൊക്കെ ആയിട്ട്. കുക്കു, നീ ഇത് എവിടെയായിരുന്നു? വന്നേ വേഗം വന്നൊരുങ്ങിക്ക്, മൈലാഞ്ചി ഇടലിന് സമയമായി. എന്താ? എടി, നിന്റെയും ശ്രുതി ചേച്ചിയുടെ മൈലാഞ്ചി ഇടലിന് സമയമായെന്ന്. വേഗം വാ, ചേച്ചി അവിടെ ഒരുങ്ങിയിരിക്കുക. കുക്കുവിന്റെ മൈലാഞ്ചി ഇടലോ? ആ എടാ, നീ വന്നോ? വാ. അല്ല ഏട്ടാ, ഇവിടെ എന്താ പറ്റിയേ? കുക്കുവിന്റെ മൈലാഞ്ചി ഇടല് എന്താ ഇവിടെ? ആടാ, നാളെ കല്യാണമല്ലേ, അപ്പൊ മൈലാഞ്ചി ഇടണ്ടേ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ നാളിറങ്ങും പെണ്ണിന് പുടവ് കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ. ഓ, എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് കുക്കുവിന്റെ സാരി കണ്ടുപിടിക്കാനാ വിട്ടുപോയത്. സാരിയോ? ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ആ, നാളെ കുക്കുവിന്റെ സ്മൃതിയുടെ എന്റെയൊക്കെ കല്യാണമല്ലേ, അതിന് കുക്കുവിന് എടുക്കാനുള്ള സാരി. അതിന് അവളുടെ കല്യാണം മുടങ്ങിയില്ലേ? അതാ സിദ്ധാർത്ഥമായിട്ടുള്ളതല്ലേ. ഇത് ചെറുക്കൻ വേറെ. നാളെ പറഞ്ഞ സമയത്ത് പറഞ്ഞ മുഹൂർത്തത്തിൽ കല്യാണം നടക്കും. അപ്പം ചെറുക്കൻ വേറെ ആര്? നമ്മുടെ സങ്കല്പ്. സങ്കല്പോ? അവന് കുക്കുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ആ കാര്യം അങ്ങ് ഉറപ്പിച്ചു. അതിനവൻ നോർത്ത് ഇന്ത്യൻ അല്ലേ. അതിനിപ്പോ എന്താ, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യനെ കെട്ടാൻ പാടില്ല എന്നുണ്ടോ? അതല്ല, അവളെ ഇത്ര ദൂരത്തേക്ക്. ഓ, ഡൽഹി അതിനത്ര ദൂരമൊന്നും അല്ലല്ലോടാ. എന്തായാലും കുക്കുവിന് ഭാഗ്യമുണ്ട്. വിവാഹം മുടങ്ങിയതിൽ കുടുംബത്തിനത് ദോഷമായേനെ. അല്ല, നീ വാ, വന്ന് ഡ്രസ്സ് മാറ്, ആളുകളൊക്കെ വന്നു തുടങ്ങി. ഏട്ടാ നിക്ക്. എന്താ ഇതൊക്കെ? ഇവിടെ എന്താ നടക്കുന്നത്? സങ്കല്പം എങ്ങനെ? ഞങ്ങൾ പുറത്തു പോയി വന്നതിനുള്ളിൽ ഇവിടെ എന്താ നടന്നത്? നിങ്ങൾ പോയി കഴിഞ്ഞപ്പോഴാണ് ജയനങ്ങൾ കുക്കുവിൻ്റെ സ്മൃതിനെ കല്യാണം പറഞ്ഞ സമയത്ത് തന്നെ നടത്തണമെന്ന് പറഞ്ഞത്. എൻ്റെ മുന്നിലൊരു വഴി തെളിഞ്ഞപ്പം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. പറഞ്ഞ സമയത്ത് ഈ കല്യാണം നടത്തുമെന്ന്. എന്നിട്ട് സങ്കല്പ്, ആ നിരുബ്രോ, നീ എല്ലാം അറിഞ്ഞല്ലോ. ഇവിടെ കല്യാണം മുടങ്ങി നിൽക്കുക. നാളെ വിവാഹം കൂടെ വരുന്നവൻ്റെ മുന്നിൽ ഞങ്ങളുടെ കുടുംബം നാണം കിടും. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് കഴിയും. ബ്രോ, ഞാൻ ഹൗ ക്യാൻ ഐ ജസ്റ്റ് മാരി ഹർ? വാട്ട്? കുക്കുവിനെ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറയുന്നതാ. പ്ലീസ് ബ്രോ, അത് എൻ്റെ വീട്ടിൽ അത് ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കാം. ഇപ്പോൾ നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. പ്ലീസ്. ഓക്കെ ബ്രോ, ഫൈൻ. ഞാൻ കുക്കുവിനെ കല്യാണം കഴിക്കാം. ദൈവമായിട്ട് മോനെ ഇവിടെ എത്തിച്ചത്. മോന് പുണ്യം കിട്ടും. ആ, എല്ലാ കാര്യങ്ങളും ഇപ്പൊ കടങ്ങി തെളിഞ്ഞില്ലേ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുക്കാം. ജയ, ജീവ, വാ. അപ്പോ അവൻ സമ്മതിച്ചല്ലേ? അതേടാ, നീ വാ, കുറെ ജോലിയുണ്ട്. അവന്മാര് സങ്കല്പന ഡ്രസ്സ് എടുക്കാൻ പോയിക്കുക. ആ വരേട്ടാ. സങ്കല്പ്, കുക്കു, ഐ കാണ്ട് ഇമാജിൻ ദിസ്. ഇവർക്കൊക്കെ ഇത് എന്താ? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണോ അവൾ അത്ര ദൂരത്തേക്ക്? അതും ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള അവൻ്റെ ഒപ്പം. പക്ഷേ അവൻ്റെ വീട്ടിലിത് അറിഞ്ഞ എന്താവും കുക്കുവിൻ്റെ അവസ്ഥ? കാര്യവും കാരണവും അവർ ആലോചിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. വാട്ട്? സങ്കല്പേട്ടനോ? ആ മോളെ, ചേച്ചി എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ അയാൾ അങ്ങനെയൊന്നും അല്ല. എന്റെ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ എന്താ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്? ലോകം ഒന്നും അവസാനിക്കില്ലല്ലോ. മോളെ, ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാരും കൂടെ. കുക്കുമോളെ, എന്താ അച്ഛ ഇതൊക്കെ? അച്ഛൻ ഇതിനൊക്കെ നിന്ന് കൊടുക്കുവാണോ? മോളെ, അച്ഛൻ ചെയ്യുന്നത് ഇപ്പോൾ വലിയൊരു തെറ്റായിട്ട് എൻ്റെ മോക്ക് തോന്നും. പക്ഷെ നാളെ ഒരു സമയത്ത് മോക്ക് മനസ്സിലാവും അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ ശരി ഇതാണെന്ന്. പക്ഷെ അച്ഛ, സങ്കല്പേട്ടൻ, ഞാൻ അയാളെ ഇതുവരെ അങ്ങനെ ഒരു കണ്ണിൽ കണ്ടിട്ടില്ല. അറിയാം നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒന്നുമില്ലാന്ന്. പക്ഷെ കാലം ഈ മുറിവുകളെല്ലാം മായ്ച്ചു കളയും. അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ മക്കളുടെ വിവാഹം. അത് മുടങ്ങിപ്പോയാ? അച്ഛ, കുക്കുവിന് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടത്തണ്ട. എന്റെ കുക്കുവിന്റെ വിവാഹം പിന്നീട് ഒരിക്കലും നടത്താം. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ, നിനക്കില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട മോളെ. ചേച്ചിയും കൂടി ഇങ്ങനെ തുടങ്ങാതെ. ഞാൻ സമ്മതിച്ചോളാം. എനിക്ക് സമ്മത. അച്ഛൻ്റെ പൊന്നു മോള്. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ മക്കളെ? ദേ ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങന്മാര് വരും പെണ്ണിനുള്ള പുടവയായിട്ട്.
വേഗം ഒരുങ്ങി വാ. സങ്കല്പമാൻ്റെ ബന്ധുക്കളാരും ഇല്ലാത്തതുകൊണ്ട് നിരൂപമോൻ്റെ വീട്ടുകാർ കുക്കുമോക്ക് പുടവ തരും. ഞങ്ങൾ വന്നോളാം അമ്മേ. അമ്മ പൊയ്ക്കോ. വേഗം താഴോട്ട് വാ. കുക്കു, എന്താ ചേച്ചി, നീ പൂർണ്ണ മനസ്സോടെയല്ലേ ഇതിനെ സമ്മതിച്ചത്? അതെ ചേച്ചി പൊയ്ക്കോ, ഞാൻ ഒരുങ്ങിയിട്ട് താഴെ വരാം. ശരി മോളെ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഏട്ടനെ പോലെ കണ്ട ഒരാൾക്കിപ്പം ഒരു ജീവിതകാലം മുഴുവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോട്ടെ എൻ്റെ കൃഷ്ണ. ഞാൻ അതിനും കഴിയില്ലല്ലോ. സ്നേഹിക്കുമല്ലേ, എല്ലാവരും കൂടി സ്നേഹിച്ച് കൊല്ലുമല്ലേ. അതിൽപ്പെട്ട നീര് നിറഞ്ഞ ഞാനും. എന്തൊരു വിധിയാണ് എൻ്റെ. അതു നീ അറിഞ്ഞോ, കുക്കുവിന്റെ വിവാഹം മുടങ്ങി സിദ്ധാർത്ഥമായിട്ടുള്ളത്. പക്ഷെ എല്ലാരും കൂടി വേറൊരുത്തനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടി. എനിക്കറിയാൻ പാടില്ല ഇവർക്കൊക്കെ എന്താ പറ്റിയതെന്ന്. മോനെ, അച്ഛൻ അകത്തോട്ട് കയറിക്കോട്ടെ. ആ അച്ഛാ, കയറി വാ. മോനെ, നീ എന്താ അങ്ങോട്ട് വരാത്തത്? എല്ലാരും എന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ ഞാൻ വരാം അച്ഛാ. വേഗം വാ. അച്ഛാ, ഇത് വേണമായിരുന്നോ? ഇത്ര തിടുക്കപ്പെട്ട് കുക്കുവിന് മറ്റൊരു കല്യാണം? മോനെ, കല്യാണ പടിവാതിക്കൽ വന്ന് നിന്നിട്ട് അത് മുടങ്ങിയ കുടുംബത്തിന് ദോഷം. പക്ഷെ അച്ഛാ, ഇത് സത്യത്തില് ഇത് ഇത്രയൊന്നും പോകില്ലായിരുന്നു മോനെ. സിദ്ധാർത്ഥ ഇതിനിടയിൽ വരില്ലായിരുന്നു. സങ്കല്പ കുക്കുവിന് വിവാഹം കഴിക്കില്ലായിരുന്നു. നീ ഒന്ന് മനസ്സ് വിചാരിച്ചിരുന്നെങ്കിൽ. ഞാനോ? നിന്റെ അമ്മയ്ക്കും എനിക്കും വലിയ ആഗ്രഹമായിരുന്നു കുക്കുവിനെ നിന്റെ പെണ്ണായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. പക്ഷെ മാതിരി മരിച്ച ദുഃഖത്തിലിരിക്കുന്ന നിന്നെ ഞങ്ങൾ എങ്ങനെ ഇക്കാര്യം പറഞ്ഞ് നിർബന്ധിക്കും? ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവളെ ഞങ്ങളുടെ മോളായിട്ട്. പക്ഷെ വിധി അത് വേറൊന്നായിരുന്നു. ഇത്രയ്ക്കാലം ചേരേണ്ടവരല്ലേ ചേരും. എൻ്റെ മോനായിട്ട് ഇനി ഇതിനൊന്നും എഴുതി നിൽക്കണ്ട. അച്ഛാ, ഞാൻ ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? വന്നവരൊക്കെ അന്വേഷിക്കുന്നു. ആ, ഞങ്ങൾ വരുവാളിയാ. നിലജ, വേഗം അങ്ങോട്ട് വാ മോനെ. ഡാ, നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ? ആ ഏട്ടാ, ഞാനിപ്പോ വരാം. അമ്മാവനും പരിവാരങ്ങളും എത്തിയിട്ടുണ്ട്. കൂട്ടത്തില് മീനാക്ഷിയുണ്ട്. ഓ, കെട്ടിയെടുത്തോ അതിനെ? നീ സൂക്ഷിച്ചോ. അമ്മാവന് കല്യാണം കഴിയുമ്പോൾ മിക്കവാറും അവളെ നിന്റെ തലയിൽ കെട്ടിവെക്കും. അതിനു മുമ്പ് അങ്ങേരെ ഞാൻ കെട്ടി. ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പണി ഞാൻ അയാൾക്ക് കൊടുക്കും. ആ, നീ വാ, പെണ്ണിന്റെ വീട്ടിലേക്ക് സാരിയായിട്ട് ഇപ്പോൾ പോകും. ആ, ഞാൻ വരുക. മധു, നീ കേട്ടില്ലേ അച്ഛൻ പറഞ്ഞത്? ഞാനായിട്ട് എതിര് നിൽക്കരുതെന്ന് ഈ കല്യാണത്തിന്. ഞാനതിനും തടസ്സമൊന്നുമില്ല. ഇവരൊക്കെ കൂടി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ കുക്കു, നീ മരിച്ചിട്ട് 3 വർഷത്തോളം ആകുന്നു മധു. എത്രയോ പെൺകുട്ടികളെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അവരോടൊന്നും തോന്നാത്ത സ്വാതന്ത്ര്യം, അടുപ്പം, ആത്മബന്ധം എനിക്ക് തോന്നിയത് അവളോടാ, കുക്കുവിനോട് മാത്രം. അവളെ വിവാഹം കഴിഞ്ഞ് പോകുന്നു എന്ന് കേൾക്കുമ്പം എൻ്റെ നെഞ്ച് വിങ്ങി പൊട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോഴും എനിക്ക് അറിയുന്നില്ല മധു. കാരണങ്ങൾ നിന്നെ തേടി വരുന്ന ദിവസങ്ങൾ ദൂരെയല്ല. അവളെ നീ മിസ് ചെയ്യും. അവളെ കണ്ടിരുന്നുവെങ്കിലെന്ന് ഭ്രാന്തമായി ആഗ്രഹിക്കും. അതിനൊക്കെ കാലവും ഈ ഞാനും സാക്ഷിയാവും നിരഞ്ജ. മോള് കുളിച്ചോ? ആ അമ്മേ. ഇനി മോള് കിടന്നോ. രാവിലെ എണീക്കാനുള്ളതല്ലേ, അമ്മ വന്ന് വിളിച്ചോളാം. ആ അമ്മേ. ഇതിപ്പോ ആരാ? കുക്കു. നിരഞ്ജനേട്ടൻ.
രചനേട്ടാ, ഞാൻ എങ്ങനെ? കുക്കു, മറ്റാരോട് തോന്നാത്തൊരു ആത്മബന്ധം എനിക്ക് നിന്നോട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ എൻ്റെ ജീവിതത്തിലോട്ട് ക്ഷണിക്കാനാവില്ല. എനിക്ക് എൻ്റേതായ ചില തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. നീ എന്നും എൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും. അതിൽ കൂടുതലൊന്നിലേക്ക് നിന്നെ പറിച്ചു നടാൻ എനിക്കാവില്ല കുക്കു. ഇതുവരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ സങ്കല്പനൊപ്പം. നിനക്ക് നല്ലത് വരട്ടെ. രചനേട്ടാ, എല്ലാം എൻ്റെ വിധിയാ. ഇങ്ങനെ നശിച്ച ജന്മം ഇങ്ങനൊന്നും പറയില്ല ഭാവി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഡാ ജയ, ജീവ, ഓഡിറ്റോറിയത്തിലേക്ക് വണ്ടി വിട്ടോ? അതൊക്കെ എപ്പോഴും വിട്ടച്ചാ. ചേട്ടാ, ഏട്ടനൊരു കാര്യം അറിഞ്ഞോ? നമ്മുടെ കുക്കുമള കെട്ടാൻ എന്ന ചെറുക്കനില്ലേ, ആ സിദ്ധാർത്ഥ്, അവന്റെ പെണ്ണ് നന്ദന ഒരു കത്ത് എഴുതി വെച്ച് ഏതോ ഒരു ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോയിരുന്നു. ആ ഇതൊക്കെ പറയുന്നത്. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല കല്യാണത്തിന് കിട്ടുമെന്ന്. ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാക്കിയത് അവനെയൊക്കെ ദൈവം വെറുതെ വിടുവോ? ജീവ, സമയമാവുന്നു. എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങുവാട്ടോ. നിങ്ങളങ്ങ് എത്തിയേക്ക്. ശരിയടാ, വിട്ടോ. ഈശ്വര, ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാ ഞാൻ മറ്റൊരാൾക്ക് സ്വന്തം. തീർന്നു, ഇവിടം കൊണ്ട് എല്ലാം തീർന്നു. സ്മൃതിമോളെ വിളിച്ചോളൂ. മധുരം കിനിയുന്നേ നിന്നീണം മണി ഇളവയിലേ എൻ കനൽ അവളറിയാതെ തളിരണിയും മണ്ണിൻ വീശി ഞാൻ മെല്ലെ മെല്ലെ ആ
പുതുമഴയിൽ മെയ്പുണരും പൂവിൻ മോനം ഇത് വിരിയും ഇരാവിൻ നിറമോഹം മനമറിയാതെ പറയുകയോ ആ ഇനി കൃതിക മോളെ വിളിക്കുക. നിന്നിൽ ഞാൻ മൗനമായി അലിയും മനോരാഗം നിന്നെ തൊട്ട് പൂമേട തോറും കാറ്റായി നീവേ നിന്നോടൊന്നു ചേരാൻ തുടി ഓ മഴയേ മഴയേ തൂമഴയേ ഇടിനെഞ്ചിൽ ആരോടും രാഗം വിഴികൾ മധുരം കിനിയുന്നേ പൊൻകനവാൻ ചാരയോടെ ഇണയും നേരിൽ നീ വരവാ എന്നിൽ പൂക്കാലം നീയും ഞാനുമെന്നും മറുതീരങ്ങൾ തേടി ഒന്നായി ചേർന്നു പാറും തേൻ കിളികൾ നിങ്ങൾ ഞാനേകയായി തേടുമീ സന്ധ്യകൾ നിന്നിലേക്കെത്തുവാൻ മോഹമോടെ അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോടും രാഗം മിഴികൾ മൊഴിയിൽ മധുരം കിനിയും നീ നിന്നിടം മഴയേ ഇളവയിലേ എൻ ഭഗവാനെ, എല്ലാം ഇതോടെ കഴിയാൻ പോവുക. എൻ്റെ ഇഷ്ടം, സ്വപ്നം എല്ലാം ഇവിടെ കൊണ്ട് തീരും. ഇനി എന്താ നീ എനിക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നത്? എല്ലാവരും ചുറ്റുമുണ്ടെങ്കിലും ഒറ്റക്കായി പോയ അവസ്ഥ. ധനഞ്ജനേട്ടനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരേ ഒരു വട്ടം ഒന്ന് കാണിച്ചതാ ദൈവം. ഈ താലി എൻ്റെ കഴുത്തിൽ കയറുന്നതിന് മുന്നേ ഒരു വട്ടം പ്ലീസ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ സങ്കല്പേട്ടനൊപ്പം